ഏത് വീട്ടിലോ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനത്തിലോ എവിടെയാണോ ആ അസ്മാവുകളെ എഴുതിവെച്ച് ഇട്ടുള്ളെങ്കിൽ അവൻ എന്റെ വീട്ടിന് എന്റെ കച്ചവട സ്ഥാപനത്തിന് ഇത് കാവലാണ് എന്ന ഉദ്ദേശത്തോടുകൂടെ അവൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ എല്ലാ ഷറുകളിൽ നിന്നും അതിന് കാവൽ അല്ലാഹു നൽകുമെന്ന് ഹബീബ് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്, പഴയ കാലത്ത് നമ്മുടെ വീടുകളിൽ അതുണ്ടായിരുന്നു. പഴയ കാലത്ത് ഓരയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും മണ്ണ് വാരി നാം വെച്ച് കെട്ടിയ ചുമരുകളിൽ ആടിയടിക്കുമ്പോ പലപ്പോഴും ചിലപ്പോൾ തറഞ്ഞു നിൽക്കാത്ത ചുവരായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ചുവര്. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കാലഘട്ടത്തിലെ തലമുറക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ആടിയടിച്ചാൽ താന്നു നിൽക്കാത്തവർ മണ്ണുകൾ വാരി കാലുകൊണ്ട് ചവിടിക്കുഴച്ചിട്ട് വാരി വെച്ച ആ ചുമരിന്റെ മേൽ 4 കഴുകുകളുടെ അലകുകൾ വെച്ച് വാങ്ങിക്കൊണ്ട് നാം മോല കെട്ടിയ പൂരയിലായിരുന്നു നമ്മൾ മുമ്പ് ജീവിച്ചിരുന്നത്. അല്ലാഹു നമുക്ക് ഗൾഫ് തന്നപ്പോ നമ്മൾ മാറി. ഗൾഫ് തന്നപ്പോ നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഭദ്രമായി. ഇന്ന് നമുക്ക് അങ്ങനെയുള്ള നടന്നു വന്ന വഴികളെ കുറിച്ച് ഓർമ്മയില്ല. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ആ ചുവരുകളിലും എങ്ങനെയെങ്കിലും ഒരാളെ അടിച്ചു നിർത്തിയിട്ട് മദീനയുടെ പേര് തൂക്കാൻ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ തയ്യാറായിരുന്നുവെങ്കിൽ നമുക്ക് പട്ടിണിയാണെങ്കിലും മനസ്സിന് സന്തോഷമായിരുന്നു. എങ്ങോ ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയി വൈക്കോല് മെതിച്ചുമൊക്കെ കിട്ടുന്ന കൂലിയായി കിട്ടുന്ന തുച്ഛം വരുന്ന നെല്ല്, ആ നെല്ല് വീട്ടിൽ കൊണ്ടുവന്ന് നടന്ന് വന്ന് രാത്രി 8 മണിക്ക് വീട്ടിലെത്തി ആ നെല്ല് കൈകൊണ്ട് കുത്തി അരിയാക്കിയിട്ട് അത് വെച്ചുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് വിളമ്പി കൊടുത്തിരുന്ന വല്യമ്മമാർ നമ്മുടെ വീടുകളിൽ ഇപ്പോഴുണ്ടായിരിക്കും. ചോദിക്കുക കുറിച്ച്. അവർക്ക് വേദന ഉണ്ടായിരുന്നില്ല, അവർക്ക് വിഷമങ്ങൾ ഉണ്ടായിരുന്നില്ല, അവർക്ക് ഒരിക്കലും മനസ്സമാധാനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പട്ടിണിയാണെങ്കിലും അവർ സന്തോഷമായിരുന്നു. ഇന്നോ നമ്മുടെ വീട് ഒരു ഭാര്യയും ഒരു കുട്ടിയും, ഞാനും ഒരു ഭാര്യയും ഒരു കുട്ടിയേ ഉള്ളൂ. ഗൾഫിൽ പോയി 2 വർഷം കഴിഞ്ഞു. അല്ലാഹു നല്ല ഒരു അനുഗ്രഹം തന്നു. ഒരു 5-6 ലക്ഷം രൂപയുമായി നാട്ടിലെത്തിയപ്പോ നമ്മുടെ വീട്ടുകാരുടെ സഹോദരിമാർക്ക് കൂടി അതിലൊരു പങ്കുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അതിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ട്. സഹോദരിമാരിങ്ങനെ മന്ത്രം തുടങ്ങും. കല്യാണം കഴിഞ്ഞൊരു കുട്ടിയാണ് ആയിട്ടുള്ളത് വെറും 3 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് മാത്രം. അങ്ങനെയുള്ള അവസരത്തിൽ തന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പുറത്തോ നോക്കുവാൻ വേറെ താമസിച്ചിരിക്കുന്നു, ഇപ്പുറത്തൊരു പെരപ്പണി നടക്കുകയാണ്. നമ്മളും വേണം ഒരു പെര. അവൻ എഞ്ചിനീയറെ കാണുന്നു, എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു, പ്ലാൻ വരപ്പെടുന്നു. പക്ഷേ അവൻ കരുതിയത് അവന്റെ കയ്യിൽ ഒരു 6 ലക്ഷമാണുള്ളത്. എഞ്ചിനീയർ അപ്പോൾ തന്നെ പറഞ്ഞു ഒരു 10 വരും. ഇന്നിപ്പോ 10 വരല്ല. പെര പണി കഴിഞ്ഞ് നോക്കുമ്പോ ഓരോ പണികൾ ഇങ്ങനെ നടക്കുമ്പോഴും ഭാര്യയും മറ്റുള്ള ആളുകൾ ഇങ്ങനെ പറയുകയാണ്, അപ്പുറത്തേക്കാൾ കൂടി മുന്നോട്ട് പോകണം, അല്ലാതെ ഒട്ടും കുറയണ്ട. മറ്റോന്റെ പെരനേക്കാൾ ഒന്നുകൂടി നില കൂട്ടാൻ പറ്റുമോ, മേലെ ഒരു റൂമും കൂടി കൂടുതൽ. ഈ ചുറ്റുപാടിലേക്ക് ടൈൽസിന്റെയും മാർബിളിന്റെയും രംഗങ്ങളിലേക്ക് പോയി. അവസാനം നോക്കുമ്പോ ലോൺ എടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ്. വാർപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2 നിലയുടെ വാർപ്പ് കഴിഞ്ഞ് ബാക്കി പണി നടക്കണം. ഇനിയും 10 ലക്ഷം വരുന്ന എഞ്ചിനീയർ പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോ ദിവസം വീട്ടിന്റെ അകം ഒരാഴ്ചയിൽ പോലും അടിച്ചെത്താത്ത രൂപത്തിൽ ചൂലുകൊണ്ട് അടിച്ചെടുക്കാൻ പറ്റാത്ത അത്രയും വിശാലമായ ഒരു വീട് ആർക്ക്? ഭാര്യയും ഒരു കുട്ടിയും നമ്മളും. അത് മാത്രം ആ വീട്ടിൽ അംഗങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, ഉപയോഗശൂന്യമായ വയവങ്ങളോടും ഉപയോഗശൂന്യമായ വീടും പിശാചിന്റെ താവളമാണ്. ഉപയോഗശൂന്യമായി ഉപയോഗിക്കാത്ത വസ്ത്രം, ഉപയോഗിക്കാത്ത വീട് പിശാചിന്റെ താവളമാണ്. പിന്നെ എങ്ങനെ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് സംഗതി ഉസ്താദെ പെരക്കറാത്തായി, പക്ഷേ എന്താണാവോ ഒരു അസ്വസ്ഥത, ഒരു സുഖല്ല, ആർക്കും ഒരു സുഖല്ല. കുട്ടിക്കാണെങ്കിൽ അങ്ങനെ, തള്ളക്കാണെങ്കിൽ അങ്ങനെ, ഇട്ടാണെങ്കിൽ ഇങ്ങനെ.
ഹബീബ് പറഞ്ഞില്ലേ പിശാചിന്റെ തവളമാണ്. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് ആരോടും നിങ്ങൾ മെരകേറ്റണ്ട എന്നല്ല. എന്നിട്ട് നമ്മൾ പലിശയ്ക്ക് കടം പേറുകയാണ്, ലോൺ എടുക്കുകയാണ്. അവന്റെ ഗൾഫ് ഒരു 4 കൊല്ലം കഴിഞ്ഞ് ഫീസായി തിരിച്ചെത്തിയാൽ കറന്റ് ബില്ല് പോലും മടക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് അവൻ പാപ്പറായി പോവുകയാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ആലോചിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ആരെയും ഇഷ്ടപ്പെടുത്താനല്ല. ഇതിലൊക്കെ നമ്മുടെ ജീവിതം ഇന്ന് പഠിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചില പുസ്തക കമ്പനികളാണ്. നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുകളുണ്ട്, വീട് കാണിച്ചത് പോലെയുള്ള വീട് കയറ്റാം, ഞങ്ങൾ തരാൻ വേണം, നിങ്ങൾ തവണകളായി അടച്ചാൽ മതി. അതോടുകൂടെ നമ്മുടെ തലയുടെ കയ്യിൽ കൊടുത്തു. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന റെയ്ഡ് കമ്പനികൾ, പലിശയുടെ സ്ഥാപനങ്ങൾ, സഹോദരങ്ങളെ, കണക്കുകൾ പറയുന്നത് നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കുന്ന അണ്ണന്മാരെ കാണാം. അണ്ണന്മാരെ തിങ്കളാഴ്ചക്കാരെയും വെള്ളിയാഴ്ചക്കാരെയും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. അവിടെ കയ്യിൽ നിന്ന് അവരിങ്ങനെ നമുക്ക് കടം തരും, പണം കടം തരും, പലിശക്ക് തരും. കണക്കുകൾ പറയുന്നത് ഓരോ വർഷവും 600-700 കോടി രൂപയാണ് തമിഴ്നാട്ടിലേക്ക് പലിശയുടെ ഇടത്തിൽ കേരളത്തിൽ നിന്ന് നമ്മുടെ പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അണ്ണന്മാര് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ കടം വാങ്ങുന്നത്? മരുന്ന് വാങ്ങാനല്ല, അങ്ങനെ വാങ്ങുന്നത്. ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്, പഴയകാലത്ത് നമ്മുടെ വീട് ബദരീങ്ങളുടെ പേരുണ്ടായിരുന്നു, സന്തോഷമായിരുന്നു, പട്ടിണിയാണെങ്കിലും വിഷമമില്ല. ഇന്ന് നമ്മൾ ഒട്ടിച്ച ടൈൽസിന്റെ ബദരീങ്ങളുടെ പേരെഴുതിയ പേപ്പർ ഒട്ടിച്ചാൽ ടൈൽസിന്റെ അങ്ങിക്ക് കുറവാ. നമ്മളൊരു സിയാറത്ത് കഴിഞ്ഞ് മമ്പുറത്തുനിന്ന് ഒരു പട്ടി ഒരു ചാക്ക് കൊണ്ടുവന്നാൽ തന്നെ വീട്ടിലെ സ്ത്രീ പറയും, അത് അകത്താരും കാണാത്ത റൂമിൽ കൊണ്ടുപോയി ഒട്ടിച്ചോളൂ. ഞാൻ എന്റെ അമ്മമാരോട് പറയുന്നു, നിങ്ങളാണ് നന്നാക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളാണ് ഭർത്താക്കന്മാരെ നന്നാക്കേണ്ടത്. വരുമാനത്തിനപ്പുറം, വരുമാനത്തിലേറെ ചെലവ് നിങ്ങൾ ഉണ്ടാക്കരുത്. ഭർത്താവ് അയച്ചു തരുന്ന കാശ് കൊണ്ട് മിതമായി ചെലവഴിക്കാൻ ഉമ്മാനിങ്ങൾക്ക് കഴിയണം. ഭർത്താവിന്റെ വരുമാനം എന്താണെന്ന് ആലോചിച്ച് വീട് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയണം, നിങ്ങൾക്കതിന് കഴിയണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സൗദി അറേബ്യയിൽ കാർഡുകൾ വിതരണം ചെയ്തു എന്നാ പറഞ്ഞു കേൾക്കുന്നത്. ചുവപ്പ് കാർഡും മഞ്ഞ കാർഡും ചുവപ്പുകാർക്കറിയാമത് ഫുട്ബോളിന്റെ കളിക്കളത്തിലാണ് മുമ്പ് നമ്മൾ കേട്ടിരുന്നത്. സൗദിയുടെ ഭരണകൂടം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അവിടെ കച്ചവടം നടത്തുന്നവർക്ക്, വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, ഓഫീസ് ജോലി ചെയ്യുന്നവർക്ക്, ബിസിനസ്സുകാർക്ക് കാർഡ് വിതരണം ചെയ്തു. 6 വർഷം കഴിഞ്ഞാൽ മടങ്ങിപ്പോരേണ്ടൊരവസ്ഥയിലേക്ക് പോകുമ്പോ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചതിന്റെ പേരിൽ പട്ടിണി കിടന്ന് ജീവിച്ച നമുക്ക് അല്ലാഹു ഗൾഫിലുള്ള വിദേശത്തുള്ള അറബികളുടെ തലയിൽ അല്ലാഹു നമ്മോടൊരു കനിവിട്ട് കൊടുത്തപ്പോ, അറബികളുടെ മനസ്സിൽ അല്ലാഹു നമ്മോടൊരു കനിവല്ലാ വിട്ടുകൊടുത്തപ്പോ, നമ്മളതാ മാസം 1-ാം തീയതി ആയിരങ്ങളുടെ ചെക്ക് വാങ്ങുകയാണ്. ATM-ൽ കാർഡിട്ട് വലിക്കുമ്പോ പണം വരികയാണ്. പഴയ കാലങ്ങൾ നമ്മൾ മറന്നുപോയപ്പോ, ഇസ്ലാം വിട്ട് ഹറാമിലേക്ക് നമ്മൾ പോയപ്പോ അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. കുത്തുവാള എടുക്കേണ്ടി വരുമോ ബേജാറാണ്. നമ്മൾ ആലോചിക്കണം, അല്ലാഹു ആശീർവദിക്കുമാറാവട്ടെ. കടന്ന വഴിയിലേക്ക് ഓർക്കണം. ഞാൻ പറഞ്ഞു വന്നത് അതാണ് നമ്മുടെ വീടിന്റെ ഐശ്വര്യം, അതാണ് നമ്മുടെ വീടിന്റെ കാവൽ. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാം, ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുമ്പോ വീട്ടിന് കാവലായി വെച്ചത് അസ്മാഉൽ ബദറായിരുന്നു. ആളില്ലാത്ത വീടിൽ, ഗോളിയില്ലാത്ത ആളില്ലാത്ത ഗോളടിക്കാൻ സുഖമെന്ന രൂപത്തിൽ കള്ളന്മാർ വീട്ടിലേക്ക് കവർച്ചയ്ക്ക് വേണ്ടെന്ന് മുകൾ ഭാഗത്തേക്ക് കയറി പോകുമ്പോഴതാ ഒരു ജാതി അട്ടഹാസങ്ങളും ഒച്ചപ്പാടുകളും ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ഭയങ്കരമായ ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് കള്ളന്മാർ തിരിഞ്ഞോടുകയാണ്. പിറ്റേ ദിവസം അവർ വന്ന് ശ്രമം നടത്തിയപ്പോഴും ഇത് ആവർത്തിച്ചു. 3 ദിവസം ഇത് തുടർന്നു. അവരുടെ കാത്തിരുന്നു. അതിലൂടെ മൊത്തം തിരിച്ചു വരുന്നത് കാത്തിരുന്ന വന്നപ്പോ അയാളോട് ചോദിച്ചു, ആരെയാണ് നിങ്ങൾ ഇവിടെ നിർത്തിയിരുന്നത്? ആരാണ് നിങ്ങൾ ഇവിടെ കാവലിൽ ഏൽപ്പിച്ചിരുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ആയത്തുൽ കുർസി, അതിന്റെ അവസാനത്തെ ആയത്ത്, ആ ആയത്ത് ഞാൻ ഇവിടെ എഴുതി വെച്ചു. അസ്മാഉൽ ബദർ ഞാൻ എഴുതി വെച്ചു.
ബദരീങ്ങളുടെ നാമം എഴുതി വെച്ചു. അല്ലാതെ ഞാൻ ആരെയും നിർത്തിയിട്ടില്ല. സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ അസ്മാഉൽ ബദർ ഉണ്ടായിരിക്കണം. ഓരോ ആഴ്ചയിൽ അസ്മാഉൽ ബദർ ചൊല്ലാൻ നമ്മൾ സമയം കാണണം. നമുക്കറിയാം, പഴയ കാലത്ത് പ്രയാസങ്ങൾ വന്നാൽ നമ്മൾ നടത്തിയിരുന്ന കാര്യം എന്തായിരുന്നു? നമ്മൾ നടത്തിയിരുന്ന കാര്യം ബദരിയ്യത്ത് ചൊല്ലുക. ഇന്ന് നേരെ വിടുന്നത് ചന്ദനക്കാവിലെ ജോത്സ്യന്റെ അടുത്തേക്കാ. വേദനയോടുകൂടി വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടുത്തെ കാലത്തും പോകുന്നുണ്ടായില്ലായിരിക്കാം. ചന്ദനക്കാവിൽ ബസ് കാത്തു നിൽക്കുമ്പോ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് സഹോദരങ്ങളെ. അവിടുത്തെ ജോത്സ്യന്റെ അടുത്തേക്ക് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പർദ്ദരിച്ച മുസ്ലിം സ്ത്രീകളാണ്. ഹറാം ഹറാം. ഒരഭിപ്രായത്തിൽ നോക്കുമ്പോ കുഫ്ർ വരാൻ സാധ്യതയുള്ള പ്രവർത്തനം, ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവർത്തനം. പഴയകാലത്ത് ബദരിയത്തായിരുന്നു നമ്മുടെ കാവൽ, ബദരീകായിരുന്നു കാവൽ. നമ്മൾ കൈവിട്ടുപോയി. അസ്മാഉൽ ബദറിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. രോഗങ്ങൾ വന്നാൽ നമ്മൾ ചൊല്ലിയിരുന്നു സൂര്യയും മറ്റുള്ള ദീനമടങ്ങളും ബദരീങ്ങളെ ബറകത്തിനാൽ അമൈഅക്കണം യാ റബ്ബനാ. ബദർമാല പാടിയിട്ടായിരുന്നു നമ്മൾ രോഗം സുഖപ്പെടുത്തിയിരുന്നത്. അന്നത്തെ വലിയ രോഗങ്ങൾ ഏതായിരുന്നു? തലമത്തട്ടി അല്ലേ? പ്രായമുള്ളവർക്കറിയാം. ചെറുപ്പക്കാരെ ഇന്നത്തെ നമ്മൾ അറിയുന്ന കോളറയാണ് തലമത്തട്ടി. അല്ലെങ്കിൽ അങ്ങനെ ഇന്ന് കാണുന്ന ഈ കുരുപ്പ്, ചൊള്ള, അതൊക്കെയായിരുന്നു അന്നത്തില്ലാത്ത രോഗം. ഇന്നത് രോഗമാണോ? ഇന്നതൊന്നും രോഗമല്ലാതെയായി. ഇന്ന് പേരറിയാത്ത രോഗങ്ങൾ, ഇന്ന് വൈദ്യശാസ്ത്രത്തിന് പിടികിട്ടാത്ത രോഗങ്ങൾ. എന്തേ വൈദ്യശാസ്ത്രം ഉയരാത്തത് കൊണ്ടോ? നമുക്കറിയാം, എല്ലാ സംവിധാനങ്ങളും ഇന്ന് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ടൗണിലും 4-5 ഹോസ്പിറ്റലുകൾ, ഹൈടെക് സംവിധാനത്തിലുള്ള ഹോസ്പിറ്റലുകൾ. ഇവിടെയുള്ള സർക്കാരുകൾ അവര് ശുചീകരണ പ്രവർത്തനങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഉന്നത സംഘടനകളും ഒക്കെ ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. എന്നാലും രോഗം പെരുകുകയാണ്. ആലോചിക്കണം, നമ്മൾ അല്ലാഹുവിനെ കൈവിട്ടു, ഹബീബിനെ കൈവിട്ടു, ബദരീങ്ങളെ കൈവിട്ടു. എനിക്കിപ്പോൾ അത്യാവശ്യം ഉണ്ട് എന്ന തോന്നലെത്തി. ആരെയും സാധ ജീവിക്കാൻ മാത്രം ഇപ്പൊ എന്റെ കയ്യിലുണ്ട് എന്ന് തോന്നി. രോഗം വന്നാൽ എന്റെ കയ്യിൽ പണമുണ്ട്, ചികിത്സിക്കാമല്ലോ എന്ന ധാരണയുണ്ട്. രോഗം തരുന്നവൻ അല്ലാഹുവാണെന്ന ബോധം നമുക്കില്ല. ചികിത്സിക്കുന്നവൻ മാറ്റുന്നവനും അല്ലാഹുവാണെന്ന ബോധം നമുക്കില്ല. മരുന്നുകളും ഡോക്ടറും കാരണക്കാരനാണ് എന്ന ബോധം നമുക്ക് വേണം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പഴയകാലത്ത് രോഗങ്ങൾക്ക് പ്രതിരോധങ്ങൾക്ക് നമ്മൾ മാലയാണ് പാടിയിരുന്നത്. ബദരീങ്ങളുടെ മാലയാണ് നമ്മൾ പാടിയിരുന്നത്. നബീസത്ത് മാലയാണ് നമ്മൾ പാടിയിരുന്നത്. ഇന്നതെല്ലാം നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഇന്ന് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ആ ബദരീങ്ങളെ കൈവിട്ടതാണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ബദരീങ്ങൾ ആണ്ട് വരുമ്പോ പള്ളിയിൽ മൗലിദ് നടക്കും. നമ്മുടെ വീട്ടിലും ഒരു മൗലിദ് നടക്കണം. ഞാനിത് പറയുമ്പോ അതിനിപ്പോ മൂല്യമാരൊക്കെ വിളിച്ച് ചെലവുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉസ്താദ് ഈ സമയത്ത് വല്ലാത്ത പ്രശ്നം തന്നെയാണ്. നിങ്ങൾ നമ്മളാരും അടുക്കൊന്നും വേണ്ട. ഇനിയിപ്പോ മൗലിദിന് വേറെ മാലിലും പറ്റി ഞങ്ങളെ കൊണ്ടുവരണം എന്നല്ല പറഞ്ഞു വരുന്നത്. നമുക്ക് പോകാൻ സാധിക്കണം. നമ്മുടെ വീട്ടിൽ മൗലിദ് നടക്കണം. റമദാനിൽ മാത്രം പോരാ. ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ സഹോദരങ്ങളെ, കണ്ണു കാണാ ഉമ്മമാരുണ്ടാകാം, പ്രായം ചെന്ന രക്ഷിതാക്കളുണ്ടാകാൻ ഓർമ്മപ്പെടുത്തുന്നു. ബദർ മൗലീദിന്റെ ഏടുകൾ മറിച്ചു പിടിച്ചിട്ട് ബദരീങ്ങളുടെ മതക പറയുന്ന ആ പേജുകൾ നിവർത്തി പിടിച്ചിട്ട് നിങ്ങളുടെ കണ്ണുകൊണ്ടതിലേക്കൊന്ന് നോക്കിയിട്ട് ഞാൻ ബദരീങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ്, എനിക്ക് തോന്നാനുള്ള കഴിവില്ലല്ലോ, എങ്ങാനും ഞാൻ ബദരീങ്ങളെ സ്നേഹിക്കുന്നവനാണെന്ന് കരുതി എനിക്ക് ബദരീങ്ങളുടെ പൊരുത്തം വേണമെന്ന് കരുതി ആ ബദറിന്റെ മൗലിദ് കിതാബിലേക്കൊന്നു നോക്കാൻ നിങ്ങൾ സമയമാണെന്നുവെങ്കിൽ അവരുടെ കാവൽ നിങ്ങൾക്കുണ്ടാകും. വീട്ടിൽ ഓതാറിയുന്നവരെ കൊണ്ട് നിങ്ങൾ കൂട്ടാരികൾ ബദർ മൗലിദ് ഓടിക്കണം. ബദരീങ്ങളോടുള്ള ബന്ധം നമ്മൾ ഊട്ടിയുറപ്പിക്കണം. ഒരിക്കലും പിറകോട്ട് പോകല്ല, ബദരീങ്ങളെ അവഗണിക്കല്ല.
ബദരീങ്ങളെ നിങ്ങൾ കളയല്ല. സഹോദരങ്ങളെ, ബദരീങ്ങളാണ് നമ്മുടെ കരുത്ത്, ബദരീങ്ങളാണ് നമ്മുടെ ശക്തി, ബദരീങ്ങളാണ് നമ്മുടെ ശക്തി. ആ ബദരീങ്ങളെ നമ്മൾ നെഞ്ചേറ്റണം കേട്ടോ. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. സാബിഖൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കാണാം, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അതാ السابقون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. എന്താ ഓർമ്മപ്പെടുത്തുന്നത്? ആദ്യകാലം ഇസ്ലാമിലേക്ക് കടന്നു വന്ന അൻസാറുകളും മുഹാജിറുകളും, ആ അൻസാറുകളും മുഹാജിറുകളും, അതുപോലെ തന്നെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സഹാബത്തിനോട് ബദരീങ്ങളോട് ആദ്യകാലം ഇസ്ലാമിലേക്ക് വന്ന മുഹാജിറുകളും അൻസാറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വീട് വിട്ടിറങ്ങാൻ തയ്യാറായ മുഹാജിറുകൾ, അവരെ സ്വീകരിക്കാൻ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എതിർപ്പുകളും ഉണ്ടായിട്ട് പോലും അത് വകവെക്കാതെ അവരെ സ്വീകരിക്കാനും സഹായം ചെയ്യാൻ തയ്യാറായ അൻസാറുകൾ, ആ മുഹാജിറുകളും അൻസാറുകളും വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സഹാബത്തിനോട് ബദരീങ്ങളോട് നന്മ കൊണ്ട് ഗുണം കൊണ്ട് പിന്തുടർന്ന ആളുകളോട്, പിൻപറ്റിയ ആളുകളോട്, അവരോട് പിന്തുണ പറഞ്ഞ ആളുകളോട് റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദൂ അൻഹു, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. വഫസ്സർനാ ഹാദൽ ഇഹ്സാന, ബദരീങ്ങളോട് ഗുണം കൊണ്ട് പിൻപറ്റിയവർ എന്ന് പറഞ്ഞല്ലോ. എന്താ അവരുടെ ഗുണം? എന്ത് ഗുണം കൊണ്ടാണ് അവർ പിൻപറ്റിയത്? എന്ത് ഗുണം കൊണ്ടാണ് അവർ ബദരീങ്ങളെ പിന്തുടർന്നത്? ആ അതിന് ഞാൻ വിശദീകരണം പറയുന്നു. ബദരീങ്ങളുടെ വിഷയത്തിൽ മദ്ഹ് പറഞ്ഞവനാണ്, ബദരീങ്ങളുടെ മൗലിദ് ഓതിയവരാണ്, ബദരീങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്നവരാണ്, മൗലിദ് ഓതുന്നവരാണ്, ബദരീങ്ങളുടെ മൗലിദ് ഓതുന്നവരാണ്. അവരോട് പിൻപറ്റവർ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ബദർ മൗലിദ് ഓതുന്നവർ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. വിജയിച്ചില്ലേ സഹോദരങ്ങളെ? ബദർ മൗലിദ് ഓതുന്നവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ബദർ മൗലിദ് ഓതൽ മഹാന്മാരെ ആദരിക്കലും അവരുടെ മദ്ഹ് പറയലും അത് നമ്മുടെ ദോഷം പൊറുക്കാൻ കാരണമാണ്, നമ്മുടെ രക്ഷപ്പെടാൻ കാരണമാണ്, നമുക്ക് പിന്തുണ ഉണ്ടാകാൻ കാരണമാണ്. നാളെ നമുക്ക് അവരോടൊപ്പം സ്വർഗത്തിലെത്താൻ ഒരു കണക്ഷനാണ്. അല്ലാഹു തൃപ്തിപ്പെടാനുള്ള വഴിയാണ് ബദരീങ്ങളുടെ മൗലിദ് ഓതുക. വിട്ടുപോകരുതോ. ഈ റമദാനിലെങ്കിലും അല്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോകട്ടെ, ഒരു മാസത്തിന്റെ 17-ാം രാവിലെങ്കിലും, എല്ലാ മാസം 17-ാം രാവിലെങ്കിലും ഒരു ബദർ മൗലിദ് വീട്ടിൽ നമ്മൾ ഓതാൻ സന്നദ്ധമാകണം. എന്റെ ഉമ്മമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സീരിയലുകൾ അടുത്തെങ്കിലും നിർത്തിവെക്കുക. ഞാനിത് ആവശ്യിക്കുമ്പോ ഈ മൂലയിലേക്ക് മൈക്ക് കിട്ടിയാൽ ഇത് തന്നെയാ പറയാറുള്ളത്. കഴിഞ്ഞ റമദാനിന്റെ മുമ്പ് വന്ന മൂല്യരും ഇത് തന്നെയാ പറഞ്ഞത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയേക്കാം. കാര്യം കഷ്ടാണ്, കാര്യം കഷ്ടമാണ്. ഞാൻ നേരത്തെ റമദാനിന്റെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബ് പറഞ്ഞൊരു വാചകം, ഒരാളുടെ 2 ദിവസങ്ങൾ തുല്യമായാൽ വഞ്ചിക്കപ്പെട്ടവനാണ്. ഒരാളുടെ നാളെ ഇന്നത്തേക്കാൾ മോശമായാൽ നമ്മൾ
നമ്മളിപ്പോ വീട്ടിൽ വന്നാൽ ടി വി ഉള്ള വിവരം തന്നെ ആരും അറിയില്ല. ഒരു മുണ്ടക്കം കൂടി പുറച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ടി വി തുറക്കാറില്ല. ശരി, സമ്മതിച്ചു. നമ്മൾ അവിടേക്ക് ഇങ്ങനെ നോക്കുമ്പോ അതിങ്ങനെ കാണുമ്പോ പട്ടുറുമാല് കേൾക്കാതെ നമുക്ക് സ്വസ്ഥതയില്ല. നമ്മളിങ്ങനെ ക്ഷമയോടുകൂടിയാ ഇപ്പൊ കഴിഞ്ഞു പോകുന്നത്. റമദാനല്ലേ, നാട്ടുകാര് പറയില്ലേ? എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ പേടിച്ചിട്ടല്ല ഇപ്പോഴും നമ്മുടെ ജീവിതം. അള്ളാഹുവിന്റെ നരകം കേട്ടിട്ടല്ല ഇപ്പോഴും നമ്മുടെ ജീവിതം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വത്തീനി വസ്സൈത്തൂനി വതൂരി സീനീന വലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين. സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ട് പോലും നന്ദി കാണിക്കാത്ത ദോഷിയായ കാര്യം ചെയ്യുന്ന മനുഷ്യരെ അസ്ഫല സാഫിലീൻ, നരകത്തിന്റെ അടിത്തട്ടിലേക്ക് തള്ളിവിടുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് പലപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിനോടും പറയുന്നത് എന്താ? ആൾക്കാർ കണ്ടാൽ എന്താ വിചാരിക്കുക? അതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ മനസ്സ് പറയുന്നത് അല്ലാഹ് എന്ന റമദാനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് എത്തിയിട്ടില്ല. റമദാൻ എന്ന ചിന്ത ഇപ്പോഴും അല്ലാഹ് എന്ന ബോധം ഇപ്പോഴും റമദാനിൽ നമ്മുടെ മനസ്സിലേക്ക് എത്തിയിട്ടില്ല. റമദാനിൽ നന്നായില്ലെങ്കിൽ ഇനി എന്താ സഹോദരങ്ങളെ നമ്മൾ നന്നാകുക? നമ്മളതിങ്ങനെ നോക്കുമ്പോ ഇപ്പോഴും നമ്മുടെ പട്ടുറമാലിന്റെ സമയം ഇങ്ങനെ വരുമ്പോ പറയാണ് എടി എടി ഓ ഓ ഓ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിങ്ങനെ ഇപ്പോഴും അതിലേക്കാണ് ചാഞ്ചാട്ടം നടത്തുന്നത്. സിംഗർ ആരായി എന്നത് അറിയാതെ വല്ലാത്ത സങ്കടം. ആർക്കാണ് ഈ ആഴ്ചയിലെ സ്റ്റാർ സിംഗർ പ്രൈസ് കിട്ടുന്നതെന്നറിയാതെ എത്ര പോയെന്നാ ഇന്നാൾക്ക് കിട്ടിയതെന്നറിയാത്ത സങ്കടം. എന്റെ തറാവീഹ് സ്വീകരിച്ചു എന്ന വിഷമം നമുക്കില്ല. എന്റെ നോമ്പ് എന്തായിട്ടുണ്ട് എന്ന വേവലാതി നമുക്കില്ല. ഉമർ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അവർ വേവലാതിയാണെങ്കിൽ നമ്മളിപ്പോഴും സ്റ്റാർ സിംഗറുമാരെ മൈലാഞ്ചിയിലെയും അത് വട്ടുറുമാലിലെയും ഗായകരുടെ പിന്നാലെ അതിനെ കുറിച്ച് ഓർമ്മ ആവട്ടെ 10-16 ദിവസം കൂടി അങ്ങോട്ട് കഴിഞ്ഞു കിട്ടല്ലോ. മാസം കണ്ടു കിട്ടിയാൽ മതി തുറക്കാൻ. ഞാനിത് പറയുമ്പോ നിങ്ങൾ ആക്ഷേപിക്കുകയാണെങ്കിൽ കരുതരുത്. അങ്ങനെയല്ലേ നമ്മുടെ അവസ്ഥ? സഹോദരങ്ങളെ, പറക്കത്ത് വീട്ടിൽ ഇറങ്ങിയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. രോഗങ്ങളില്ലാതെ ആയെങ്കിൽ അല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. ചിന്തിക്കുക, മടങ്ങുക, ബദരീങ്ങളിലേക്ക് മടങ്ങുക. അതാ പറഞ്ഞത്, ഒരാളുടെ നാളെ ഇന്നത്തേക്കാൾ മോശമാണെങ്കിൽ റമദാൻ അടക്കി പിടിച്ചു കഴിയും. ഇതൊന്നും കഴിഞ്ഞിട്ട് വേണം എല്ലാ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും പോകാൻ. പിന്നെന്ത് റമദാൻ, പിന്നെന്ത് നോമ്പ്, പിന്നെന്തു മാറ്റം? ലോകത്തെ ഏറ്റവും ശപിക്കപ്പെട്ടവൻ അവനാണ്. ഹബീബ് ഓർമ്മപ്പെടുത്തുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിന് വേവലാതിയുണ്ടോ? നിങ്ങൾ നോക്കുക, ബദരീങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ബദരീങ്ങൾ കഷ്ടപ്പെട്ടത് എന്തിനാ? അള്ളാഹുവിന്റെ ദീന് നിലനിർത്താൻ. അവർ പട്ടിണി കിടന്നത് എന്തിനാ? സ്വന്തം മുതലുകൾ ഉപേക്ഷിച്ചുകൊണ്ട് വീടും നാടും വിട്ടേച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്തത് എന്തിനാ? സഹോദരങ്ങളെ, അത് ദീനിനു വേണ്ടിയായിരുന്നു. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, നമ്മൾ ആലോചിക്കേണ്ട വിഷയം ഈ രൂപത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ആളത്തെ കുറിച്ച് ബോധമില്ലാതെ മുന്നോട്ട് പോകുകയാണ്. റമദാൻ നമുക്ക് നഷ്ടമാണ്. എങ്കിലെന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സഹോദരങ്ങളെ, എന്തിനാണ് ബദരീങ്ങൾ കഷ്ടപ്പെട്ടത്? വിശുദ്ധ ഇസ്ലാം നമ്മിലേക്ക് എത്തിക്കാൻ. നമുക്കിന്ന് വാളെടുക്കേണ്ട ആവശ്യമില്ല, യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, രംഗത്തിറങ്ങേണ്ട ആവശ്യമില്ല. അതിന്റെ സാഹചര്യങ്ങളുമല്ല ഈ മണ്ണിലുള്ളത്, ഇന്ത്യയിലുള്ളത്. യുദ്ധം ചെയ്യേണ്ട അവസ്ഥയില്ല. നമ്മളായി ജീവിച്ചാൽ മതി, എല്ലാവരും ആദരിക്കും. നമ്മളായി ജീവിച്ചാൽ മതി, എല്ലാവരും ആദരിക്കും. അങ്ങനെയല്ലേ വിശുദ്ധ ഇസ്ലാം കേരളത്തിലെത്തിയത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. സഹോദരങ്ങളെ, ഉബൈബ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയുമോ? സഹോദരങ്ങളെ, ആരാണ് ഉബൈബ് റളിയല്ലാഹു അൻഹു?
റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ മക്കയിലേക്ക് അന്വേഷണത്തിന് വേണ്ടി വിട്ട ഖുബൈബ് റളിയല്ലാഹു ഉണ്ടായിരുന്നു. ആ ഖുബൈബ് തങ്ങളെ അതാ ശത്രുക്കൾ പിടിച്ചു വെക്കുകയാണ്. ശത്രുക്കൾ പിടിച്ചു വെക്കുകയാണ്. ശത്രുക്കൾ പിടിച്ചു വെക്കുകയാണ്. ഖുബൈബ് തങ്ങളെ പിടിച്ചു വെക്കുകയാണ്. അവരതാ മക്കയിൽ കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുപോയിട്ടതാ ബഹുമാന